ഇന്ന് നമ്മൾ കംപ്ലൈൻ്റ് ആയ ഈ ഒരു സ്പീക്കർ നന്നാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പീക്കർ പുതിയതായിരുന്നു. അതുപോലെ ഈ ഒരു സ്പീക്കർ വാങ്ങിയിട്ട് ഒരു പരിപാടിക്ക് ഒരു ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് മുമ്പ് ഈ ഒരു സ്പീക്കർ കത്തിപ്പോയി. അപ്പോൾ ഇത് കത്തിപ്പോയി എങ്ങനെയാണെന്നൊക്കെ വീഡിയോയിൽ തന്നെ പറയാം. അതുപോലെ ഈ സ്പീക്കർ അഹൂജയുടെ 12 ഇഞ്ചിൻ്റെ 200 വാട്ട്സിൻ്റെയാണ്. അതുപോലെ നമ്മൾ ഈ ഒരു സ്പീക്കർ വാങ്ങിയത് തൊടുപുഴ അഹൂജ ഷോറൂമിൽ നിന്നാണ്. ഈ ഒരു സ്പീക്കറിന് മാത്രം 2700 രൂപയാണ് ആയത്. അതുപോലെ ഈ ഒരു സ്പീക്കറിന് ഡുവൽ കോൺ ആണ് വരുന്നത്. അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ക്യാപ്പ് അതാണ് നമ്മൾ ആദ്യമേ റിമൂവ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സ്പീക്കർ കത്തിപ്പോയത് നേരെ ഇതുകൊണ്ട് കറണ്ടിൽ കണക്ട് ചെയ്തിട്ട്. അതുപോലെ നമ്മൾ ഈ ഒരു സ്പീക്കർ നന്നാക്കാൻ വേണ്ടി വന്നാക്കുന്നത് തൊടുപുഴ കൊടയത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊടയത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ ഈ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സാറ് ആ സാറിന് വേണ്ടിയിട്ട് വാങ്ങിയ സ്പീക്കറായിരുന്നു. അപ്പം പുള്ളി അവധിക്കാലത്ത് എന്തോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട സമയത്ത് ഏതോ പിള്ളേർ കറണ്ടിൽ കൊണ്ട് ഈ ഒരു സ്പീക്കർ നേരെ കണക്ട് ചെയ്തു. അങ്ങനെ എൻ്റെ കോയിൽ കത്തിപ്പോയേക്കുവാണ്. അതുപോലെ ഈ ഒരു സ്പീക്കർ ഫുൾ റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കോൺ പേപ്പറും കൂടി മാറണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കോയിൽ മാറാൻ പറ്റുള്ളൂ. അതേസമയം മിഡ് റേഞ്ച് സ്പീക്കറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ രീതിയിൽ നമുക്ക് ഇനി ഈ ഒരു കോയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഈ ഒരു കോൺ പേപ്പർ ഇങ്ങനെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കോയിൽ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പായിട്ട് ഈ ഒരു കോൺ പേപ്പറും ഈ കോയിലും തമ്മിൽ ഒട്ടിച്ചേക്കുന്ന ഈ ഒന്ന് ഇതുപോലെ ചെറിയ ബ്ലേഡ് നിങ്ങൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ എഡ്ജിൽ ഈ ഒരു കോൺ പേപ്പർ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ഒരു കോൺ പേപ്പറും പതിയെ എന്തെങ്കിലും കട്ടി ഉറഞ്ഞ എന്തെങ്കിലും സംഭവം വെച്ചതുപോലെ പയ്യെ തിക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ ഈ ഒരു കോൺ പേപ്പർ വലിയ ഡാമേജ് ഒന്നും കൂടാതെ നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺ പേപ്പർ തന്നെ നമുക്ക് റീഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ 2 കണക്ടർ കൂടി ഈ ഒരു കോൺ പേപ്പർ ഉണ്ട്. അപ്പോൾ അതും പൊട്ടാതെ പയ്യെ റിമൂവ് ചെയ്തെടുക്കണം. ഈ ഒരു സ്പീക്കറിൻ്റെ സെൻട്രലായിട്ട് കാണുന്ന ഈ ബ്രൗൺ നിറത്തിലുള്ള ഈ റിങ് പോലുള്ള ഒരു ഇതിന് പറയുന്നതാണ് സ്പൈഡർ എന്ന്. ഇനി ഇതിൽ നിന്ന് നമുക്ക് പതിയെ കത്തിയോ ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ആ ഒരു കോയിൽ പയ്യെ റിമൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ കത്തിപ്പോയ കോയിൽ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിതിന് പുതിയ കോയിലും വാങ്ങിയിട്ടുണ്ട്. പുതിയ കോയിൽ നമ്മൾ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. 400 രൂപ താഴെ നമുക്ക് 4 കോയിലാണ് കിട്ടിയേക്കുന്നത് 200 വാട്ട്സിൻ്റെ. അപ്പോൾ ഇതാണ് പുതിയ കോയിൽ. ഇപ്പോൾ ഇതുപോലത്തെ 4 എണ്ണമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള സ്പീക്കർ തൊടുപുഴ നന്നാക്കുന്നതിന് ഏകദേശം 600 രൂപയാണ് ഒരു സ്പീക്കർ നന്നാക്കുന്നതിന്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്പീക്കർ തന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചത്. അതുപോലെ ഈ സ്പീക്കർ എൻ്റെ അല്ലാട്ടോ എന്നെ പഠിപ്പിച്ചിട്ട് മാഷിൻ്റെയാണ്. അപ്പോൾ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സാറാണ്. ആ സാറിൻ്റെ പേര് ഷൈനോജ് എന്നാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കോയിൽ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുവാണ്. അപ്പോൾ ഓവറായിട്ട് ഉള്ളിലേക്ക് ഒരുപാട് ചേർത്ത് വെക്കരുത്. അതുപോലെ നേരത്തെയും സ്പീക്കർ ഇതുപോലെ കംപ്ലൈൻ്റ് ആയ സമയത്ത് തൊടുപുഴ തന്നെ നന്നാക്കി കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് 600 രൂപയായി. അത് നന്നാക്കിയിട്ട് വലിയൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സൗണ്ടിന്. അപ്പോൾ അങ്ങനെയുള്ള സ്പീക്കർ കൂടി നമ്മുടെ കയ്യിൽ പിടിപ്പുണ്ട്. ആ ഒരു സ്പീക്കർ നമ്മൾ നന്നാക്കുന്നുണ്ട്. അതിൽ ഈ ഒരു കോയിലിന് ഡയഫ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡയഫ്രത്തിന് ചുറ്റും നമ്മൾ ചെറിയ പേപ്പർ മടക്കി വെക്കണം. അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ പേപ്പർ ചാർട്ട് പേപ്പർ പോലെയുള്ളവർ കീറി 4 സൈഡിലും ഈ രീതിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്പൈഡറും അതുപോലെ ഈ ഡയഫ്രം തമ്മിലുള്ള ജോയിൻറ്റ് നമ്മൾ ഫെവിക്കോളിൻ്റെ SR ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. അതുപോലെ തന്നെ ഫെവി ബോണ്ട് എന്ന് പറയുന്നത് ഉപയോഗിച്ചും ഒട്ടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ 4 സൈഡിലും ഈ കാണുന്ന പോലെ പേപ്പർ ചെറുതായിട്ട് മടക്കി വെച്ച് ഇനി അടുത്തായിട്ട് ഈ ഒരു കോയിലും അതുപോലെ ഈ ഒരു സ്പൈഡറും ജോയിൻ്റ് ആകുന്ന ഈ ഒരു ഭാഗം ഫെവിക്കോളിൻ്റെ SR ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പേസ്റ്റ് പോലുള്ളതും വാങ്ങാൻ കിട്ടും. അതുപോലെ ഞാനിവിടെ ചെയ്യുന്ന ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ പതിയെ ഒരു പശ എടുക്കുന്നു. എന്നിട്ട് ഈ ഒരു കറക്റ്റായിട്ട് ഈ ഒരു എഡ്ജുകൾ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഇത് ഉപയോഗിച്ച് ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് സമയം കാര്യങ്ങളൊക്കെ എടുക്കും. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇന്നത്തെ 2ാമത്തെ സ്പീക്കറാണ്. നേരത്തെ നമ്മൾ ഒരു സ്പീക്കർ തൊടുപുഴയിൽ നന്നാക്കിയിട്ടുണ്ടെന്ന് അതും നമ്മൾ ആദ്യമേ ഒന്ന് നന്നാക്കി നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പീക്കർ ചെയ്തേക്കുന്നത്. അതും നമുക്ക് ഈ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ വശങ്ങളിലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പശ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആ ഒരു പേപ്പർ കോൺ ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ പേപ്പർ കോണിൻ്റെ എഡ്ജും നമുക്ക് ഈ ഒരു SR ഉപയോഗിച്ച് തന്നെ ഒട്ടിക്കാനുള്ളതാണ്. അങ്ങനെ പേപ്പർ കോൺ കറക്റ്റായിട്ട് നമ്മളിപ്പം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ കോണും എല്ലാ എഡ്ജും നമുക്ക് കറക്റ്റായിട്ട് പശ ഉപയോഗിച്ച് ഒട്ടിക്കാം. അതുപോലെ പേപ്പർ കോണും കോയിൽ നമ്മൾ ജോയിൻ്റ് ആകുന്ന ഈ ഒരു ഭാഗവും നമ്മൾ പശ ഇട്ട് ഒട്ടിക്കുന്നുണ്ട്. എന്നെങ്കിലാണ് കറക്റ്റായിട്ടാവുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഏകദേശം ഒട്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കോയിലിൻ്റേത് നമുക്ക് ഈ ഒരു സ്പീക്കറിലേക്കുള്ള ഈ ഒരു കണക്ടറിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു കോയിൽ പയ്യെ ഒന്ന് ചിരണ്ടി കളഞ്ഞെങ്കിൽ മാത്രമാണ് ഇതിലേക്ക് കണക്ഷൻ ആവുള്ളൂ. അപ്പം പതിയെ ഒന്ന് ചിരണ്ടിയിട്ട് നമ്മൾ ആ ഒരു പഴയ ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും അങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജോയിൻറ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ പശയിട്ട് ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പറെല്ലാം റിമൂവ് ചെയ്യാം. നമ്മൾ ആദ്യമേ ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ആകാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ബാറ്ററി എന്തെങ്കിലും കണക്ട് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൂടി നോക്കാം. അതിൽ ഇതിനകത്ത് പാട്ടൊന്നും വെച്ച് ഏൽപ്പിക്കാത്ത വേറെ ഒന്നല്ല, കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു സ്പീക്കറിന് ചെറിയ സൗണ്ട് കേൾക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മളിതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്പീക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഡുവൽ കോണും കൂടി ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നന്നാക്കിയേക്കുന്ന വേറെ സ്പീക്കറാണ് കാണുന്നത്. ഈ കാണുന്നത് 12 ഇഞ്ചിൻ്റെ 200 വാട്ട്സിൻ്റെ മിഡ് റേഞ്ച് സ്പീക്കറാണ്. ഇതിൻ്റെ പണി കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഒരു കോയിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഈ ഒരു പേപ്പർ മൊത്തമായിട്ട് മാറ്റേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി ഇതിലേക്ക് നമുക്ക് മൾട്ടിമീറ്റർ ഒന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കേൾപ്പിക്കാം. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ചെറിയ സ്പീക്കറാണെങ്കിലും കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ കോയിലൊക്കെ വാങ്ങാൻ കിട്ടും ഓൺലൈനായിട്ട്. അതുപോലെ മിക്കവാറുള്ള സ്പീക്കറുകളിലെല്ലാം അതിൻ്റെ പുറകിൽ കോയിലിൻ്റെ അളവ് കാണും. അപ്പോൾ ആ ഒരു സെയിം അളവുള്ള കോയിൽ മേടിച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പീക്കറിൽ നിന്ന് അടിച്ചെടുത്ത കോയിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡസ്റ്റ് ക്യാപ്പ് കൂടി ഇട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ 2 സ്പീക്കറും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, സൗണ്ടെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.